ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഡയഗ്രാം. ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസിനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മോഡലാണ് മോഡൽ. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റാബേസിനെ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ആ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മോഡലാണ് മോഡൽ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നമ്മളുടെ കോളേജിന് വേണ്ടിയിട്ടുള്ളൊരു ഡേറ്റാബേസാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം എന്ത് വേണം? ഒരു കോളേജിന് ആവശ്യമായിട്ടുള്ള എൻറ്റിറ്റീസ്, അതായത് ആരൊക്കെ പേഴ്സൺസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, എൻറ്റിറ്റീസിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഫാക്കൾട്ടി, സ്റ്റുഡൻസ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള കാര്യം, അപ്പം എല്ലാ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ കാര്യം, അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, അപ്പം ബസ്, ഓക്കെ, അപ്പം അങ്ങനെയുള്ള എല്ലാ തിങ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഫാക്കൽറ്റി എന്ന് പറയുന്നതിനെ എടുത്തു കഴിഞ്ഞാൽ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാക്കൽറ്റിയുടെ നെയിം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഫാക്കൽറ്റിയുടെ ID, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കോഴ്സ്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സിനകത്തുള്ള കാര്യങ്ങൾ, അവരുടെ സപ്ലി, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സ് ID, അവരുടെ സപ്ലിമെൻ്ററി ഡീറ്റെയിൽസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കാര്യം. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഡേറ്റാബേസ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പം ഡേറ്റാബേസിനകത്ത് ഇനീഷ്യലി വേണ്ട കാര്യങ്ങളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്ത് ഒരു ഡയഗ്രാം റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഡയഗ്രാം. ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ മെത്തേഡല്ല, ഒരു ഡേറ്റ മോഡലാണ്. ഓക്കെ, കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഉള്ള ഒരു ഡേറ്റ മോഡലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും, എൻറ്റിറ്റി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് റൂം, സ്റ്റുഡൻറ്റ്, ടീച്ചർ, ഇതെല്ലാം എന്താണ്? എൻറ്റിറ്റീസാണ്. ക്ലിയർ ആയോ? എൻറ്റിറ്റീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിലും ഡിസ്കസ് ചെയ്തതാണ്. അപ്പം റിയൽ വേൾഡ് എക്സിസ്റ്റൻസ് ഉള്ള എന്തിനേയും നമ്മൾ എന്തെന്ന് പറയാം, ഒരു എൻറ്റിറ്റി എന്ന് പറയാൻ പറ്റും. എൻറ്റിറ്റീസിന് ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ദെൻ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റിറ്റി ടൈപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് ഹാവിങ് സിമിലർ ആട്രിബ്യൂട്ട്സ് ഉള്ള കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പം സ്റ്റുഡൻറ്റും യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനകത്ത് എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ പേരും റോൾ നമ്പറും അവരുടെ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയിലും എന്തുണ്ടാവും? യൂണിവേഴ്സിറ്റിയിലും ഒരു കോളേജിനകത്ത് നോക്കുമ്പോൾ അവരുടെ സ്റ്റുഡൻറ്റിനകത്ത് നോക്കുമ്പോൾ എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ പേരും ID-യും ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്താണ്? സിമിലർ എൻറ്റിറ്റീസ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമിലർ ആട്രിബ്യൂട്ട്സ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റും യൂണിവേഴ്സിറ്റി എടുത്താൽ എന്താണ്? സ്റ്റുഡൻറ്റിനകത്തും എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റിക്കകത്തും ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ടാവും, അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പം സിമിലർ ആട്രിബ്യൂട്ട്സ് ഉള്ള ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ദാറ്റ് ദെയർ ആട്രിബ്യൂട്ട്സ് ആർ സെയിം ഈസ് കാൾഡ് എൻറ്റിറ്റി സെറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ എൻറ്റിറ്റിയിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ആണോ ഉള്ളത് ഒരു ക്ലാസ് റൂമിൽ? അല്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ 54 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഈ 54 സ്റ്റുഡൻസിൽ ഓരോ സ്റ്റുഡൻറ്റിനും എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ ID-യും നെയിമും ഫോൺ നമ്പറും ഉണ്ടാവും. ഓക്കെ, അപ്പം ആ സെയിം ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ടൈപ്പാണ്. സ്റ്റുഡൻറ്റിനകത്ത് എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ഏജും മൊബൈൽ നമ്പറും ഉണ്ടാവും. അപ്പം ഇതെല്ലാം എന്താണ്? ഓരോ
എൻറ്റിറ്റി സെറ്റാണ്. അപ്പം സിമിലർ ഡേറ്റ അല്ലേ ഇതിനകത്തുള്ളത്. ഇതിനകത്ത് എല്ലാത്തിലും എന്താണുള്ളത്? റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ പേരും, ഏജും, മൊബൈൽ നമ്പറും. അപ്പോൾ E1 E2 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റിറ്റി സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഇതൊക്കെ എന്താണ്? ഒരു എൻറ്റിറ്റി സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ E1 E2. ക്ലിയർ ആയോ? അപ്പം അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ എൻറ്റിറ്റിയിൽ വരുന്നത് എന്താണ്? എൻറ്റിറ്റിയിൽ വരുന്ന എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനകത്ത് എന്തുണ്ടാവും? സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? സ്റ്റുഡൻറ്റിൻ്റെ പേര്, നെയിം, റോൾ നമ്പർ, അഡ്രസ്സ്, അതൊക്കെ എന്താണ്? സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ക്ലിയർ ആയോ? ദ പ്രോപ്പർട്ടി, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ടീച്ചറിൻ്റെ ID, ടീച്ചറിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അതൊക്കെ എന്താണ്? ടീച്ചറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പം ഒരു പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്, സപ്പോസ് വി ഹാവ് ആൻ എൻറ്റിറ്റി എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി എടുത്താൽ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ സാലറി, എംപ്ലോയിയുടെ നെയിം, എംപ്ലോയിയുടെ അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റിയാണ്. ക്ലിയർ ആയോ? എപ്പോഴും ചിലപ്പം എല്ലാ ആട്രിബ്യൂട്ട്സും ചിലപ്പോൾ ഒരു ഡൊമൈനിലായിരിക്കും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പം അത് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ആട്രിബ്യൂട്ട്. ദെൻ ടൈപ്പ് ഓഫ് ആൻ ആട്രിബ്യൂട്ട്. മെയിൻലി 3 ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. സിമ്പിൾ വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ ആയോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ആണുള്ളത്? സിമ്പിൾ വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, ഓക്കെ, സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഫസ്റ്റാണ് സിമ്പിൾ വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. സിമ്പിൾ വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആട്രിബ്യൂട്ട് വിച്ച് ഹാവ് നോട്ട് സബ്ഡിവൈഡഡ് ആൻഡ് ദേ കനോട്ട് ബി ഡിവൈഡഡ്. ഓക്കെ, ഡിവിസിബിൾ ഓർ സബ്ഡിവൈഡഡ്. ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് എഗെയിൻ സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ വാല്യൂ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏജിനെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ ക്ലാസ്സിന് നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, റോൾ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നെയിം എന്ന് പറഞ്ഞാൽ നെയിമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നും പറഞ്ഞുകൊണ്ട് നെയിമിനെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അഡ്രസ്സിനെ നമുക്ക് വീണ്ടും എഗെയിൻ സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അഡ്രസ്സിനെ എങ്ങനെയൊക്കെ സബ്ഡിവൈഡ് ചെയ്യും? അവരുടെ സിറ്റി, അവരുടെ കൺട്രി, അവരുടെ പിൻകോഡ്. അപ്പോൾ അങ്ങനെ അഡ്രസ്സിനെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം സിറ്റി എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് എടുത്താൽ അതിനെ സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ? എക്സാമ്പിൾ കണ്ടോ? അഡ്രസ്സിനെ നമുക്ക് അഗെയിൻ സബ്ഡിവൈഡ് ചെയ്യാം. സിറ്റി, സ്ട്രീറ്റ്, കൺട്രി, സ്റ്റേറ്റ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. അതുപോലെ നെയിമിനെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. അപ്പം സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കണ്ടോ? സ്റ്റുഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്വയർ ബോക്സിൽ. ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിൽ. അപ്പം കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. കണ്ടോ? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഒരു ആട്രിബ്യൂട്ടിൽ തന്നെ പിന്നെയും സബ്ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയറിലാണ്. ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിലാണ്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓവൽ ഷേപ്പിനെ പിന്നെയും നമ്മൾ സബ്ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് സിംഗിൾ വാല്യൂ വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട് വിച്ച് ഹാവിങ് സിംഗിൾ വാല്യൂ. ഒരു ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ ഉള്ളെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ വാല്യൂലേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനെയാണ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഒരാൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ഉണ്ടാവും. അഡ്രസ്സ് ഒരാൾക്ക് ചിലപ്പോൾ
ഒന്നിൽ കൂടുതൽ പെർമനൻറ്റ് അഡ്രസ്സ്, ലോക്കൽ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ അഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയില്ലാത്ത ഒരു സിംഗിൾ വാല്യൂ മാത്രമേ ഒരു ആട്രിബ്യൂട്ടിനുള്ളെങ്കിൽ, റോൾ നമ്പർ, ഒരാൾക്ക് ഒരു റോൾ നമ്പറല്ലേ കാണൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും ഒരാൾക്ക്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടിപ്പിൾ വാല്യൂ ഉണ്ടെന്ന് കാണിക്കാം. ഡബിൾ ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡബിൾ ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് വേറൊരു ആട്രിബ്യൂട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കറണ്ട് ഏജ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഏജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ആ ഏജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഏത് ആട്രിബ്യൂട്ടിനെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഏത് ആട്രിബ്യൂട്ടാണോ സ്റ്റോറിൽ നിന്ന് ഡിറൈവ് ആയി വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തും ഏജും എടുത്താൽ, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സും, ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സും ആണ്. അപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കുന്ന ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് വേറൊരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്നും, മറ്റേതിന് എന്തെന്ന് പറയും, സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്നും പറയും. ക്ലിയർ ആയോ? ഇതാണ് സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓവൽ ഷേപ്പിൽ തന്നെയാണ്, പക്ഷേ ഡാഷ്ഡ് ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം എൻറ്റിറ്റീനെ സ്ക്വയർ, ആട്രിബ്യൂട്ട്സിന് ഓവൽ ഷേപ്പ്, ഡിറൈവ്ഡ് ഓക്കെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് ഇങ്ങനെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ ഇങ്ങനെ. ദെൻ പിന്നെന്താ പഠിച്ചത്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ് ഇങ്ങനെ. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ രണ്ട് ഷേപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനെ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്. കോംപ്ലെക്സ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പിനേഷൻ ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റിൻ്റെയും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോംപ്ലെക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മൾട്ടി വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഫോൺ നമ്പർ, അഡ്രസ്സ്, അതൊക്കെ എന്താണ്, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിൻ്റെയും കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോംപ്ലെക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ്, ഫോൺ ആട്രിബ്യൂട്ട് വിൽ ഹോൾഡ് ബോത്ത് അഡ്രസ്സ് ആൻഡ് ഫോൺ നമ്പർ ഓഫ് എ പേഴ്സൺ. ഓക്കെ, അപ്പം അഡ്രസ് ഫോൺ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ ഒരു ആട്രിബ്യൂട്ടാണ് അഡ്രസ് ഫോൺ, അതിനകത്ത് എന്തുകൊണ്ടാവും, അഡ്രസ്സും ഉണ്ടാവും ഫോൺ നമ്പറും ഉണ്ടാവും. ഒരു പേഴ്സൻ്റെ അഡ്രസ്സും ഉണ്ടാവും ഫോൺ. ഇപ്പോൾ അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉണ്ടാവും, അഡ്രസ്സും ഉണ്ടാവും, എന്താണ്, പിൻ നമ്പറും ഉണ്ടാവും. അപ്പം അത് രണ്ടും സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിലാണ്. അപ്പം അല്ലെങ്കിൽ അഡ്രസ്സ് ഫോൺ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, ബോത്ത് അഡ്രസ്സ് ആൻഡ് ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പം ഒന്നിൽ കൂടുതൽ സെറ്റിനെ ഹോൾഡ് ചെയ്യുന്നതാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആംഗുലർ ബ്രാക്കറ്റ്സിലായിരിക്കും റെപ്രസെൻറ്റ്, കേളി ബ്രേസസിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാണ്ടേ ഇങ്ങനെ. ഓക്കെ, ഓപ്പൺ ബ്രേസസ്, ക്ലോസ് ബ്രേസസിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്. ദെൻ അടുത്തതാണ് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും, പക്ഷേ ആട്രിബ്യൂട്ടിൽ എന്തുണ്ടാകത്തില്ല, ചിലപ്പം വാല്യൂ ഉണ്ടാകത്തില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാല്യൂ 0 അല്ല, പക്ഷേ വാല്യൂ ഇല്ല, അതിനെയാണ് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ, ഒരു സ്റ്റുഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് നമ്മൾ മൊബൈൽ നമ്പർ വെക്കുകയാണ് ആട്രിബ്യൂട്ടായിട്ട്. പക്ഷേ അയാൾക്ക് മൊബൈൽ നമ്പർ ചിലപ്പോൾ മൊബൈലേ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ വാല്യൂ എന്തെഴുതും, നൾ വാല്യൂ ആണ്, വാല്യൂ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനകത്ത് വാല്യൂ ഇല്ല, അതിനെയാണ് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് കീ ആട്രിബ്യൂട്ട് ഓഫ് ആൻ എൻറ്റിറ്റി ടൈപ്പ്. കീ ആട്രിബ്യൂട്ട് വിൽ ഹാവ് യുണീക്ക് വാല്യൂ ഫോർ ഈച്ച് എൻറ്റിറ്റി. ഓരോ എൻറ്റിറ്റിയിലുമുള്ള
അതിനുള്ള യുണീക്കായിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും റോൾ നമ്പറും എന്താണ് അഡ്രസ്സും ഉണ്ടാവും. ഇപ്പം എ എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റിന് ഒരു പേരും റോൾ നമ്പറും, എ എന്ന് പറയുന്നതാണ് അയാളുടെ പേര്, അയാളുടെ റോൾ നമ്പർ 1 ആണ്, അയാളുടെ ഫോൺ 999 ആണെന്ന് വിചാരിക്കുക. അപ്പം സിമിലർലി ഡി എന്ന് പറയുന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഡിയുടെയും പേര് ഡി എന്നാണ്, അയാളുടെ റോൾ നമ്പർ എന്താണ് ഡി എന്ന് പറയുന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ഡിയുടെ പേര് എ എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്. എ എന്ന് പറയുന്ന ഒരാളുടെ ID 1, അയാളുടെ ഫോൺ നമ്പർ 9 ആണെന്ന് വിചാരിക്കുക. ഇപ്പം വേറൊരാൾ, അയാളുടെയും പേര് എ തന്നെയാണ്, പക്ഷേ അയാളുടെ ID 2 ആണ്, അയാളുടെ മൊബൈൽ നമ്പർ V ആണ്. അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്? അവരുടെ റോൾ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആ റോൾ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് യുണീക്കായിട്ടുള്ള, ഇതിനകത്ത് യുണീക്ക് ഏതാണ്? റോൾ നമ്പറാണ് യുണീക്കായിട്ട് വരുന്നത്. അപ്പോൾ ആ റോൾ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എൻറ്റിറ്റിക്ക് ഒന്നിക്കൂടുതൽ ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ഒന്നിക്കൂടുതൽ ആട്രിബ്യൂട്ടിൽ നിന്ന് ഏതാണോ ആ ഒരു എൻറ്റിറ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഒരു ക്ലാസ്സിൽ തന്നെ ഒരു പേരിലുള്ള 2 പിള്ളേരുണ്ടാവും, 2 പേർക്കും സെയിം പേരുമാണ്, സെയിം അഡ്രസ്സുമാണ്, സെയിം ഫോൺ നമ്പറുമാണ്. പക്ഷേ അവരെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? അവരുടെ റോൾ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ക്ലാസ് തന്നെ 2 അഭിഷേക് ഇല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ? അപ്പം ആ 2 അഭിഷേകിനെ നമ്മൾ എങ്ങനെ അവരുടെ റോൾ നമ്പർ വെച്ചിട്ടാണ് അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ റോൾ നമ്പറാണ് അതിനകത്ത് എന്തെന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ഡൊമൈൻ സെറ്റ് ഓഫ് വാല്യൂസ്. ഡൊമൈൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ്. അതായത് ഒരു ആട്രിബ്യൂട്ടിനുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഗ്രേഡ് നിങ്ങളുടെ സെമസ്റ്റർ ഗ്രേഡ് ഇല്ലേ, ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്രേഡ് ഉണ്ടാവും അതിനകത്ത്? ഒന്നെങ്കിൽ A ആവാം, A+ ആവാം, B ആവാം, C ആവാം, F ആവാം. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൊമൈൻ സെറ്റ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത റിലേഷൻഷിപ്പ്. ഇപ്പം ആട്രിബ്യൂട്ട് പഠിച്ചു, എൻറ്റിറ്റീസ് പഠിച്ചു. ഇനി ഈ ആട്രിബ്യൂട്ടും എൻറ്റിറ്റീസും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കണക്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടീച്ചർ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പിനെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡയമണ്ട് ഷേപ്പിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം 2 എൻറ്റിറ്റീസ് ഉണ്ട്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു എൻറ്റിറ്റിയും ഉണ്ട്, ടീച്ചർ എന്ന് പറയുന്നൊരു എൻറ്റിറ്റിയും ഉണ്ട്. സ്റ്റുഡൻറ്റിൻ്റെയും ടീച്ചറിൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ടീച്ച് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണുള്ളത്. മനസ്സിലായോ? അപ്പം 2 ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞത് എംപ്ലോയി ജോൺ വർക്ക് ഓൺ ദ പ്രൊഡക്റ്റ് എക്സ് പ്രൊജക്റ്റ് ഓർ എംപ്ലോയി മാനേജ്മെൻറ്റ് റിസർച്ച്. നമുക്കിനി പറയാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഒരു സ്റ്റുഡൻറ്റും ഒരു കോഴ്സും ഉണ്ട്. അപ്പം സ്റ്റുഡൻറ്റും കോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയാണ്, കോഴ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ്. കാര്യം എന്താണ്? സ്റ്റുഡൻറ്റിന് പിന്നെയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കോഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പം സ്റ്റുഡൻറ്റും കോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എൻറോൾഡ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എൻറോൾഡ് ഇൻ കോഴ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻ്റാണ് കോഴ്സിനകത്ത് എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ്, ആ ഒരെണ്ണത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിലേഷൻഷിപ്പ് സെറ്റ്. ചിലപ്പം ഒരു റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് സെറ്റ് ഓഫ് എ റിലേഷൻ ഹാവ് എ സെയിം ടൈപ്പ്, അതായത് ഒരേ ടൈപ്പിലുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പും കോഴ്സും. ഇപ്പം എന്താണ്, ഒരു സ്റ്റുഡൻറ്റ് ഒന്നിൽ കൂടുതൽ കോഴ്സ്, ഇപ്പം S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എടുത്തിരിക്കുന്ന കോഴ്സ് C2 ആണ്, S2 എന്ന് പറയുന്നത് C1 ആണ്, S3 എന്ന് പറയുന്നത് C3 ആണ്. അപ്പം ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു സെറ്റ് റെപ്രസെൻറ്റേഷൻ, ഇത് 1-to-1 റെപ്രസെൻറ്റേഷൻ. ഇനി എന്താണ്, ഒരു 1-to-many റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതായത് ഒരു എംപ്ലോയി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇത് രണ്ടിലും നമ്മൾ
തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? വർക്ക് ഫോർ എന്ന് പറയുന്നതാണ് റിലേഷൻഷിപ്പ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫാക്കൽറ്റി ഒരു എൻറ്റിറ്റിയാണ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു എൻറ്റിറ്റിയാണ്. അപ്പം നടുക്ക് എന്ത് വരും റിലേഷൻഷിപ്പായിട്ട്? വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടീച്ച് എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പായിരിക്കും വരുന്നത്. അപ്പം ടീച്ചർ ടീച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസിലെ ടീച്ചർ തന്നെ എവിടെയും പഠിപ്പിക്കാം, മെക്കാനിക്കലിലും പഠിപ്പിക്കാം, സിവിലിലും പഠിപ്പിക്കാം. മെക്കാനിക്കലിലും സിവിലിനും സി പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ്, കമ്പ്യൂട്ടർ സയൻസിലെ ടീച്ചർ തന്നെ മെക്കാനിക്കലിലും സി പഠിപ്പിക്കാം, സിവിലിലും സി പഠിക്കാം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടി. അപ്പം ഒരെണ്ണം ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇതുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 to many റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ മെനി ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു സബ്ജക്റ്റിനാണോ മാർക്ക് കിട്ടുന്നത്? ഒന്നിൽ കൂടുതൽ മാർക്കുകൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് ഡിഫറെൻറ്റ് മാർക്കുകളായിരിക്കും കിട്ടുന്നത്. അപ്പം അതിനെയാണ് മെനി ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം അതിന് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നൊട്ടേഷൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. കീ ആട്രിബ്യൂട്ടിനെ കീ വാല്യൂവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് കീ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റോൾ നമ്പർ ആണ് അവരുടെ ആട്രിബ്യൂട്ട്. റോൾ നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട് എങ്കിൽ, അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് എങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അണ്ടർലൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻറ്റിറ്റി, വീക്ക് എൻറ്റിറ്റി, കീ ആട്രിബ്യൂട്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ് ടൈപ്പ്, ദെൻ ഐഡൻറ്റിഫൈങ് ആട്രിബ്യൂട്ട്. അപ്പോൾ ക്ലിയർ ആയോ? അതിൻ്റെയൊക്കെ ഇതാണ്. ഇനി അടുത്ത കൺസ്ട്രെയിൻസ് ഇല്ല നിങ്ങൾക്ക്. ദെൻ ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്. ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റിനെയാണ് അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് എത്രയുണ്ട്? യൂണറി റിലേഷൻ, ബൈനറി റിലേഷൻ, ദെൻ ടെർണറി റിലേഷൻ. യൂണറി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷനിൽ ഒരു എൻറ്റിറ്റി മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെയാണ് യൂണറി റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് മോണിറ്റർ. അപ്പം ഒരാൾ ഒരെണ്ണത്തിൽ മാത്രമേ, ഒരു റിലേഷൻഷിപ്പ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ്. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റി. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ ടെർണറി റിലേഷൻഷിപ്പ്. ടെർണറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻറ്റിറ്റിയിൽ ടെർണറി എന്ന് പറഞ്ഞാൽ മൂന്ന് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ടെർണറി എന്ന് പറയുന്നത്. ഒരു എൻറ്റിറ്റി മാത്രം ഉണ്ടെങ്കിൽ യൂണറി, രണ്ട് എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈനറി, ദെൻ 3 എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടെർണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.